ഇത് സൂപ്പറാ. ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് കിട്ടുന്ന സമയത്ത് നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കാൻ നോക്കാറുണ്ട് അല്ലേ? ഈ രീതിക്ക് നിങ്ങൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ 5-6 മാസം കഴിഞ്ഞ് നോക്കുമ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് കഴിക്കുന്നത് പോലെ ഉണ്ടാവും കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റെയിൻബോ ഫിഷാണ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി പീസസ് ആയി കട്ട് ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു കണ്ടെയ്നർ എടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു ഐസ്ക്രീം ബൗളാണ് എടുത്തിരിക്കുന്നത്. ആ കണ്ടെയ്നറത്തേക്കാണ് ഞാൻ സൂക്ഷിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്ലാസ് കണ്ടെയ്നറോ അല്ലെങ്കിൽ സ്റ്റീലോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഒരു യൂസിനുള്ള കണ്ടെയ്നറാണ് കേട്ടോ ഇത് എടുത്തിരിക്കുന്നത്. അപ്പം ഞാനൊരു 8 to 9 പീസസ് ആണ് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ആ വെള്ളത്തിനകത്തേക്ക് ഞാൻ കഴുകി വെച്ചിട്ടുള്ള ഫിഷ് ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് പെട്ടെന്ന് കേടുവന്ന് പോലെയാണ്. ഒരിക്കലും കേടുവരാറില്ല കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് ആയിരിക്കും നമുക്ക് കിട്ടുക. 8 to 9 പീസസ് വരെ മുങ്ങിക്കിടക്കുന്ന രീതിക്കാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഒരു യൂസിനുള്ളതാണ്. അപ്പം ഞാൻ ഫ്രീസറിനകത്ത് വെച്ച് നല്ലതുപോലെ ഫ്രീസാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് എപ്പോഴാണോ ആവശ്യം ഒരു 6 hours മുമ്പ് എടുത്ത് കുറച്ച് വെള്ളവും ഉപ്പും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ മെൽറ്റായി കിട്ടും. ഇതാ കണ്ടില്ലേ, ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് ആയിരിക്കും കേട്ടോ. നമ്മൾ എങ്ങനെയാണോ വെച്ചാൽ അതുപോലെ തന്നെ ഉണ്ടാവും. വളരെ ഫ്രഷ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.